പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ രാവിലെ കാലം നമുക്കായി തിരുവാൻ ദൈവം തന്ന കൃപകൾക്കായി നന്ദി പറയുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 10-ാം വാക്യം. നിന്റെ രാജ്യം വരയണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നമ്മുടെ ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അതായത് നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിന് വേണ്ടിയും പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും നിത്യമായ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുവാൻ നാം പ്രാർത്ഥിക്കണം. നോക്കൂ, രോഗികളെ സൗഖ്യമാക്കുവാനും നഷ്ടപ്പെട്ടവരെ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവരുവാനും പരിശുദ്ധാത്മാവിനാൽ എല്ലാവരെയും നിറയ്ക്കുവാനും നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബ ജീവിതത്തിൽ ദൈവഹിതം നിറവേറ്റപ്പെടുവാൻ നാം ഓരോരുത്തരും പ്രാർത്ഥിക്കണം. പ്രിയ മക്കളെ, ദൈവത്തിൻ്റെ മാന്യവും അവൻ്റെ നീതിയും നമ്മുടെ മധ്യത്തിൽ വരുവാൻ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റപ്പെടുന്നു. ഹല്ലേലൂയ. നോക്കൂ, മത്തായി സുവിശേഷം 6:33 പറയുന്നുണ്ട്, മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. പ്രിയ മക്കളെ, മുമ്പേ കർത്താവപ്പച്ചൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ ദൈവ ഇഷ്ടം നമ്മിലൂടെ നിറവേറ്റുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, ദൈവ ഇഷ്ടം ഭൂമിയിൽ നടക്കുന്നതിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നാം ക്രിസ്തു ചെയ്തതുപോലെ ദൈവ ഇഷ്ടം അന്വേഷിക്കുന്നവരായിരിക്കണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5:30 പറയുന്നു, എനിക്ക് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എൻ്റെ വിധി നീതിയുള്ളതാകുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ. നമ്മുടെ അപ്പച്ചൻ്റെ ഇഷ്ടം നാം ചെയ്യുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. നോക്കൂ, അടുത്തതായിട്ട് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5:17 പറയുന്നുണ്ട്, ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. നോക്കൂ, നാം ദൈവ ഇഷ്ടം ഗ്രഹിച്ച് അറിയുന്നവരായിരിക്കണം. ഇവിടെ പറഞ്ഞിട്ട് ബുദ്ധിഹീനരാകാതെ നമുക്ക് തന്നിട്ടുള്ള ബുദ്ധി അനുസരിച്ച് നാം നമ്മുടെ ബുദ്ധി വേണ്ടുന്നതുപോലെ ഉപയോഗിച്ച് കർത്താവിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി നാം ജീവിക്കുന്നവരായിരിക്കണം. തെസ്സലോനിക്കർ എഴുതിയ 1-ാം ലേഖനം 4:3 പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. പ്രിയ മക്കളെ, നാം വിശുദ്ധിയിൽ ഹല്ലേലൂയ ജീവിക്കണം എന്നുള്ളതാണ് നമ്മുടെ കർത്താവിൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ. നാം ബുദ്ധിയുള്ളവരായി കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി വിശുദ്ധിയിൽ തന്നെ ജീവിക്കണം. ഹല്ലേലൂയ. ഈ കാലഘട്ടങ്ങളിൽ പലരും പല കാര്യങ്ങളും പറഞ്ഞ് ദൈവ ഇഷ്ടത്തിൽ നിന്ന് തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോകാൻ നോക്കുമ്പോൾ നാം അതൊക്കെ മനസ്സിലാക്കി അതൊക്കെ ഗ്രഹിച്ചറിഞ്ഞ് നാം ജീവിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. കൂടാതെ നമ്മൾ ദൈവ ഇഷ്ടം മനസ്സോടെ ചെയ്യുന്നവരായിരിക്കണം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6:6-7 വാക്യങ്ങൾ പറയുന്നു, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാലല്ല, ക്രിസ്തുവിൻ്റെ ദാസന്മാരെ പോലെ ദൈവ ഇഷ്ടം മനസ്സോടെ ചെയ്തും മനുഷ്യരെ അല്ല കർത്താവിനെ തന്നെ പ്രീതിയോട് സേവിച്ചും കൊണ്ട് അനുസരിക്കുവിൻ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ഇന്ന് പലരും പലതും ചെയ്തു കൂട്ടും. പക്ഷേ നാം അങ്ങനെ ആയിരിക്കരുത്. ഹല്ലേലൂയ. നമ്മൾ ക്രിസ്തുവിൻ്റെ ദാസന്മാരെ പോലെ ദൈവ ഇഷ്ടം മനസ്സോടെ ചെയ്യുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ കർത്താവിന് വേണ്ടി ഇഷ്ടം പോലെ ഹല്ലേലൂയ നമ്മുടെ മനസ്സ് തുറന്ന് നാം ചെയ്യുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. മനുഷ്യരെ പ്രസാദിപ്പിച്ചതുകൊണ്ട് നമുക്ക് ഇവിടെ വല്ലതും നേടിയെടുക്കാൻ സാധിക്കും. പക്ഷേ നമ്മുടെ കർത്താവ് എല്ലാം കാണുന്നു എന്നുള്ള ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, തീമോഥെയോസിൻ്റെ 1-ാം ലേഖനം 2:4 പറയുന്നുണ്ട്, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു. നമ്മുടെ അപ്പച്ചൻ്റെ ഇഷ്ടം നോക്കൂ പ്രിയ മക്കളെ, ദൈവ ഇഷ്ടപ്രകാരം എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നുള്ളതാണ്. ഇവിടെ പറയുന്നത് അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാൻ ഇച്ഛിക്കുന്നു. ഇന്ന് എത്ര പേരാണ് സത്യത്തിന് കൂട്ടുനിൽക്കുന്നത്? പ്രിയ മക്കളെ, ഹല്ലേലൂയ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്നും സത്യത്തോടെ വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യുന്നവരായിരിക്കണം. ഹല്ലേലൂയ. കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുവാനല്ല നമ്മുടെ അപ്പച്ചൻ ആഗ്രഹിക്കുന്നത്. സത്യത്തിന് കൂട്ടുനിന്ന് ഹല്ലേലൂയ മറ്റുള്ളവരെ സത്യ
സത്യത്തിൽ വഴി നടത്തുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് പത്രോസ് അപ്പോസ്തലന്റെ 2-ാം ലേഖനം 3:9 പറയുന്നുണ്ട്, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. പ്രിയ മക്കളെ, ഹല്ലേലൂയ, ആരും നശിച്ചു പോകാതെ എല്ലാവരും സുവിശേഷം കേൾക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരണം. നോക്കൂ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും മനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ അപ്പച്ചനാണ് ഹല്ലേലൂയ ദീർഘക്ഷമയുള്ളത്. ഹല്ലേലൂയ. നമ്മുടെ അപ്പച്ചൻ എല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരണം എന്നുള്ള ആഗ്രഹത്തോടിരിക്കുന്നു. അതുകൊണ്ടാണ് ഹല്ലേലൂയ നാളുകളായിട്ട് കർത്താവ് വരുന്നു വരുന്നു എന്ന് പറഞ്ഞിട്ട് അല്പം താമസിച്ചിരിക്കുക. അതായത് ദീർഘക്ഷമ കാണിക്കുകയാണ്. എല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കണമെന്നുള്ള ഹല്ലേലൂയ ഒരാഗ്രഹം കൊണ്ട് മാത്രമാണ് പ്രിയ മക്കളെ. അടുത്തതായിട്ട് പറയുന്നുണ്ട് ഹല്ലേലൂയ ദൈവ ഇഷ്ടം എങ്ങനെയാണ്. റോമർക്കെഴുതിയ ലേഖനം 12:2 അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നോക്കൂ, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഗീതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടണം. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ ലോകത്തിന് അനുരൂപപ്പെടാതെ ഹല്ലേലൂയ ദൈവ ഇഷ്ടം ചെയ്യുന്നവരായിരിക്കണം. നോക്കൂ, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഗീതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് നാം മനസ്സു പുതുക്കി രൂപാന്തരപ്പെടണം. ദിനംതോറും നമ്മൾ രൂപാന്തരം പ്രാപിച്ച് ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ ലോകമോഹങ്ങൾക്ക് അധീനരാകാതെ ഹല്ലേലൂയ ദൈവ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കി കർത്താവിന്റെ ഗീതത്തിനനുസരിച്ച് ഹല്ലേലൂയ ഇവിടെ പറഞ്ഞ പൂർണ്ണതയുള്ള ഹല്ലേലൂയ ആ ഒരു ദൈവഗീതം നമ്മളെ തിരിച്ചറിഞ്ഞ് നാം ജീവിക്കുന്നവരായിരിക്കണം. അടുത്തതായിട്ട് നോക്കൂ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 5:3-16-17 വാക്യങ്ങളിലെ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. പ്രിയ മക്കളെ, ഹല്ലേലൂയ നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ഹല്ലേലൂയ നമ്മുടെ ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുവാൻ ആരും ഹല്ലേലൂയ ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ അപ്പച്ചൻ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. പ്രിയ മക്കളെ, ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമാണ്. ഹല്ലേലൂയ അതുകൊണ്ട് നമ്മളും വിശുദ്ധരായിരിക്കുവാനാണ് നമ്മുടെ അപ്പച്ചൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. പ്രിയ മക്കളെ, നമ്മളുടെ ഹല്ലേലൂയ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? ദിനംതോറും നമ്മൾ അത് മനസ്സിലാക്കി വേണം ജീവിക്കുവാൻ. ഹല്ലേലൂയ നമ്മളിൽ കർത്താവിന്റെ ആത്മാവാണ് വസിക്കുന്നത്. പ്രിയ മക്കളെ, അത് നശിപ്പിക്കുവാൻ ആരും അനുവദിക്കരുത്. ഹല്ലേലൂയ അതുപോലെ തന്നെയാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6:19-20 പറയുന്നുണ്ട്. 19-20 വാക്യങ്ങളിലെ ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരം എന്ന് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. പ്രിയ മക്കളെ, നമ്മൾ നമ്മുടെ കർത്താവിനുള്ളവരാണ്. നമ്മുടെ കർത്താവിന്റെ ഇഷ്ടം എന്താണ്? ഹല്ലേലൂയ നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. ദിനംതോറും ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവ ഇഷ്ടം രുചിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ നമ്മൾ ദിനംതോറും മുന്നേറണം. ഹല്ലേലൂയ അടുത്തതായിട്ട് നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:7 കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ അപ്പച്ചൻ്റെ ഇഷ്ടം നോക്കൂ പ്രിയ മക്കളെ, ദൈവ ഇഷ്ടം നിങ്ങൾ ഇച്ഛിക്കുന്നത് അപേക്ഷിക്കുക. ഹല്ലേലൂയ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രിയ മക്കൾ, ഈ ദിവസങ്ങളിൽ ദൈവ ഇഷ്ടം മനസ്സിലാക്കി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാ. ഹല്ലേലൂയ മനുഷ്യരുടെ ഇഷ്ടമല്ല പ്രിയ മക്കളെ, കർത്താപ്പച്ചന്റെ ഇഷ്ടം നോക്കി നമ്മൾ അത് പ്രകാരം വേണം ജീവിക്കുവാൻ. ഹല്ലേലൂയ ഈ ഭൂമിയിലുള്ള ജീവിതമല്ല, ഉയരത്തിലുള്ളത് ചിന്തിച്ച് നമുക്ക് മുന്നേറാം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നമ്മുടെ ആഗ്രഹം അതായിരിക്കണം പ്രിയ മക്കളെ. നമുക്ക്
പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നപ്പാ. ദൈവ ഇഷ്ടം ഹല്ലേലൂയ തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ എല്ലാവർക്കും ഇടയാകണമേ. കർത്താവപ്പച്ചൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ച് ഹല്ലേലൂയ മുന്നേറുവാൻ, ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കാത്തിരിപ്പാൻ ഓരോ മക്കളെ ഇടയാക്കണം കർത്താവെ. കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഓരോ മക്കളെയും ദൈവം അങ്ങനെ ഒരുക്കിയെടുക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രപ്പ.